സുഹൃത്തുക്കളെ, നമുക്കിന്ന് രണ്ട് മഹാരാജാക്കന്മാരുടെ സ്വഭാവം. മനുഷ്യന്മാരെല്ലാവരും ഒരാളെ പോലെയുള്ള സ്വഭാവമല്ലല്ലോ മറ്റുള്ളവർക്ക്. അടുത്ത ആൾക്ക് വേറെ സ്വഭാവം. സ്വഭാവം, സ്വന്തം ഭാവം, അവരെങ്ങനെയാണോ ആ ഒരു ഭാവമാണ്. ഇപ്പം അങ്ങനെ ഇടക്കിടക്ക് ചിലവർ മാറുന്ന, ഇടക്കിടക്ക് ചിലവർക്ക് മാറ്റാൻ പറ്റൂല. ജന്മനായിട്ടൊരു അതാണ് സ്വന്തം ഭാവത്തിനാണ് സ്വഭാവം എന്ന് പറയുന്നത്. അതിപ്പോൾ ഇപ്പൊ രണ്ട് രാജാക്കന്മാരുടെ സ്വഭാവം എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ. അത് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, അതിന്റെ പടിഞ്ഞാറ് നടയിൽ നിന്ന് മിത്രാനന്തപുരം എന്നുള്ളൊരു ക്ഷേത്രമുണ്ട്. അവിടത്തേക്കുള്ള വഴിയുടെ രണ്ട് വശങ്ങളിലും മുൻകാലങ്ങളിൽ നമ്പൂതിരിമാരുടെ മഠങ്ങൾ ഉണ്ടായിരുന്നു. നമ്പൂതിരിമാരുടേത് മഠങ്ങളല്ല, ഇല്ലങ്ങളാണെന്ന് മനസ്സിലാക്കുക. ആ ഇല്ലങ്ങളിൽ ഓണത്തുരുത്ത്, കുമാരനല്ലൂര്, കിടങ്ങൂര്, കാടമുറി മുതലായ ഗ്രാമങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് മണ്ഡപത്തിൽ ജപം, ഈശ്വരസേവ, പള്ളിത്തേവാരം മുതലായവ നടത്തുന്നതിനായി ചെന്ന് താമസിക്കുന്ന നമ്പൂതിരിമാരാണ് പാർത്തു വന്നിരുന്നത്. സ്ഥിരം താമസക്കാരുടെ ഇങ്ങനെ വന്നവർ അവിടെ താമസിക്കും. അവർ രണ്ട് വശത്തുമുള്ള ഇല്ലങ്ങളിൽ നിന്ന് വെറ്റില മുറുക്കിയാൽ വഴിയിലേക്കാണ് തുപ്പുക പതിവ്. അയ്യയ്യേ. അതുകൊണ്ട് മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ ദർശനത്തിനായും മറ്റും പോകുന്നവർക്ക് അതിലെ ശുദ്ധമായിട്ട് നടക്കാൻ പ്രയാസമായി തീർന്നു. ഇവര് തുപ്പലിലെ കൂടെയല്ലേ നടക്കേണ്ടത്. ആ പ്രയാസം കോവിൽ എഴുന്നള്ളത്ത് സമയത്ത് മഹാരാജാക്കന്മാർക്ക് ഉണ്ടാകാതിരുന്നില്ല. എങ്കിലും നമ്പൂതിരിമാരെ കുറിച്ചുള്ള ഭക്തി, ആദര ബഹുമാനങ്ങൾ നിമിത്തം ആരും ഒന്നും പറയാറുമില്ല. നമ്പൂതിരിമാർക്ക് ഇക്കാര്യത്തിലെല്ലാം കുറച്ച് വൃത്തികുറവാണ്. 1036 നാട് നീങ്ങിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുണ്ടല്ലോ, അദ്ദേഹം ഉണ്ണിയായിരിക്കുന്ന സമയത്ത്, ഇളങ്കൂറായിരിക്കുന്ന സമയത്ത് എന്ന് പറയും, ഒരു ദിവസം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളി ദർശനം കഴിച്ചു. എന്നിട്ട് അതിന്റെ ശേഷം മിത്രാനന്തപുരത്തേക്കായി എഴുന്നള്ളി ഈ തമ്പുരാൻ. മേൽപ്പറഞ്ഞ വഴിയുടെ സമീപത്തായപ്പോൾ വഴിയിലെല്ലാം തുപ്പല് നിറഞ്ഞിരുന്നതിനാൽ അതിലെ പോകാൻ നിവൃത്തിയില്ലാതെ അവിടെ എഴുന്നള്ളി നിന്നുകൊണ്ട് അടിച്ചു തളിക്കാരെ വരുത്തി ആ വഴിയെല്ലാം വെടിപ്പാക്കി അടിച്ചു തളിപ്പിക്കുകയും മേലാൽ അവിടെ ആരും തുപ്പാതിരിക്കുന്നതിന് വേണ്ടി ആ വഴിയുടെ ഇരുപാർശ്വങ്ങളിൽ നിറച്ച് തുളസി നടുവയ്ക്കുകയും തുളസിക്ക് ദിവസം തോറും വെള്ളമൊഴിച്ചും മറ്റതിനെ രക്ഷിക്കുന്നതിന് പ്രത്യേകം ഒരു ശമ്പളക്കാരനെയും വെച്ചു. ഈ തമ്പുരാൻ, നമ്മുടെ മാർത്താണ്ഡവർമ്മ തമ്പുരാനെ. അങ്ങനെ ചെയ്തിട്ട് കോവിൽ എഴുന്നള്ളത്ത് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. അതുവരെ അദ്ദേഹം ആ തമ്പുരാൻ അവിടെ നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അന്ന് നാടുവാണിരുന്ന 1022 നാട് നീങ്ങിയ 36 നാട് നീങ്ങിയത് മാർത്താണ്ഡവർമ്മ. സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവിന് നമുക്കറിയാലോ, സംഗീതത്തിന്റെ ആള്. സ്വാതി തിരുനാൾ തിരുമനസിലെ കോവിൽ എഴുന്നള്ളത്തായി. അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം കഴിച്ചു. മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ ദർശനത്തിനായി എഴുന്നള്ളി. മേൽപ്പറഞ്ഞ വഴിയുടെ അടുക്കലായപ്പോൾ അവിടെ നിറച്ച് തുളസി നട്ടിരിക്കുന്നതായും അതിന്മേലെല്ലാം, എൻ്റെ അമ്മയോ, അതിന്മേലെല്ലാം തുപ്പിയിട്ടു. എന്തെന്നായത്? അപ്പൊ ഇവിടെയൊക്കെ തുളസി നട്ടത് ആരാണെന്നാണ് അദ്ദേഹം ചോദിച്ചത് തമ്പുരാൻ. ഇവിടെ ആര് തുപ്പാതിരിക്കാനായിട്ട് ഇളയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു നടിയിച്ചതാണെന്ന് എഴുന്നള്ളത്തോടുകൂടെ ഉണ്ടായിരുന്നവർ അറിയിക്കുകയും ചെയ്തു. അത് കേട്ടിട്ട് മഹാരാജാവ് തിരുമനസ് കൊണ്ട് പറഞ്ഞു, അപ്പന് തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിലെ പ്രായം കൂടിയവർ പ്രായം കുറഞ്ഞവരെ വാത്സല്യ സൂചകമായി അപ്പൻ എന്നാണ് പറയുക. ഉണ്ണി എന്ന് പറയുന്നതിന് പകരം അപ്പന് തമ്പുരാൻ പറഞ്ഞതെന്ന് അറിയാം. ഇത്ര ശുദ്ധഗതി ഉണ്ടല്ലോ, ഇക്കാലത്തുള്ളവരോട് ഈ വിദ്യ ഒന്നും പറ്റൂല. ഇത് കരിയുഗമാണ്. ഉണ്ണിക്കിതൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴുള്ള ബ്രാഹ്മണർക്ക് തുളസിന്മേൽ തുപ്പരുതെന്നും മറ്റുമുള്ള വിചാരം ചുരുക്കമാണ്. ഇതിന്മേലൊക്കെ നിറച്ച് തുപ്പിയിരിക്കുന്നത് കണ്ടില്ലേ? ആട്ടെ, ഇതിന് ഞാനൊരു കൗശലം പ്രയോഗിച്ചു നോക്കാം എന്നും വിചാരിച്ചിട്ട് അദ്ദേഹം തുളസിയെല്ലാം അവിടെ നിന്ന് പറപ്പിച്ചു മാറ്റി നടിച്ചു. ഒരു കയ്യാമം വരുത്തി അവിടെ കൽപ്പിച്ച് സ്ഥാപിപ്പിക്കുകയും ചെയ്തു. കയ്യാമം. അന്ന് മുതൽ ആരെങ്കിലും ഈ വഴിയിലേക്ക് തുപ്പിയാൽ അവരെ പിടിച്ച ആമത്തിലിട്ടേക്കണമെന്ന് കൽപ്പിച്ചിട്ട് ചട്ടം കെട്ടി അവിടെ ഒരു ശിപായിയെ നിയമിക്കുകയും ചെയ്തു. അന്ന് മുതൽ ആ വഴിയിലേക്ക് ആരും തുപ്പാതെയായി. പേടിയുണ്ട് ആമം വെച്ചെങ്കിലോന്നും. ജ്യേഷ്ഠാനുജന്മാരായിരുന്ന ആ മഹാരാജാക്കന്മാരുടെ സ്വഭാവ വ്യത്യാസം ഇതിൽ നിന്നും ഗ്രഹിക്കാമല്ലോ. ചെറിയ ശ്രീപത്മന അതെ
അദ്ദേഹം മാർത്താണ്ഡവർമ്മ ആണ് ഒരു നിഷ്കളങ്കനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിട്ട് ജീവിച്ച ഒരാളല്ലേ. ഇനിയിപ്പോ ഒരു കൊച്ചു നമ്പൂതിരിയുടെ കഥയുണ്ട്. ഇതിപ്പോ ചെറിയ കഥയായോണ്ട് ഒന്നുകൂടി പറയാന്ന് വിചാരിക്കുന്നു. തമാശ രൂപത്തിലുള്ള ഒരു കഥയാണ്. അത് ഏറ്റുമാനൂർ താലൂക്കിൽ ചെന്ന കടുത്തുരുത്തി പ്രവൃത്തിയിൽ തിരുവമ്പാടി എന്നതിൽ കൊച്ചു നമ്പൂരി കടുത്തുരുത്തി അറിഞ്ഞാറില്ല, കടിച്ചിരുത്തിയത് 3 വിഗ്രഹം ഒരേ സമയത്ത് പ്രതിഷ്ഠിച്ചു പണ്ടാരി ഓർമ്മയില്ല. അപ്പൊ അവിടെ കൊച്ചു നമ്പൂരി എന്നൊരു സരസനുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു വലിയ ഉൽപ്പന്നനൊന്നും അല്ലായിരുന്നു, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എങ്കിലും കവിതാവാസന സാമാന്യമുള്ള ആളായിരുന്നു എന്ന് മാത്രമല്ല നല്ല ഫലിതക്കാരനായിരുന്നു, തമാശന്റെ രാജാവ്. ഈ ദിക്കുകളിലെ ശാസ്ത്രക്കളിയിൽ വിഡ്ഢി, വൃദ്ധ, പ്രാക്കള്, ഓതിക്കൊൻ നമ്പൂരി മുതലായ വിനോദകരങ്ങളായ വേഷങ്ങളെല്ലാം പരിഷ്കരിച്ചത് ഇദ്ദേഹമാണ് എന്ന് വേണം അനുമാനിക്കാൻ. അതാത് വേഷക്കാർക്ക് ചേർന്നവയായ വാക്കുകളും പാട്ടുകളും ശ്ലോകങ്ങളും എല്ലാം നല്ല ഫലിതമയങ്ങളായിട്ടാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ശാസ്ത്രക്കളിയിൽ ഇദ്ദേഹത്തിന്റെ പ്രധാന വേഷങ്ങൾ വിഡ്ഢിയുടെയും പ്രാക്കളുടെയും ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്ത് ഏകദേശം അതുപോലെ തന്നെ ഫലിതക്കാരനായിട്ട് മടത്തിൽ നമ്പൂരി എന്നൊരാളും കൂടി ഉണ്ടായിരുന്നു. പോരെ, 2 പേരും കൂടി ഉണ്ടായിരുന്ന വിശേഷമായി. അദ്ദേഹത്തിന്റെ പ്രധാന വേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ വൃദ്ധ, വയസ്സായ സ്ത്രീയുടെയും ഒതിക്കൊ നമ്പൂരിയുടെയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. 2 പേരും കൂടിയുള്ള സംഭാഷണങ്ങളെല്ലാം ഫലിതമയങ്ങളും ഏറ്റവും സരസങ്ങളുമായിരുന്നു. ഇവർക്ക് 2 പേർക്കും അനന്യസാധാരണമായി ഉണ്ടായിരുന്നൊരു വിശേഷം എന്താന്ന് വെച്ചാല് തൽക്കാലോചിതങ്ങളായ ഫലിതവാക്കുകൾ അപ്പോൾ പുത്തനായി തോന്നി വരും എന്നുള്ളതായിരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു ഫലിതം അവരുടെ നാവിന്റെ തുമ്പത്ത് കിട്ടും. വിഡ്ഢിയുടെ ഞാണിന്മേൽക്കലൂടെ വന്ദന ശ്ലോകങ്ങളായി കൊച്ചുനമ്പൂരി ഉണ്ടാക്കിയിട്ടുള്ളവയിൽ ചിലത് താഴെ ചേർക്കാം. വിഡ്ഢിയുടെ ഞാണിന്മേക്കളി പറഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ. കച്ചോലം കച്ചമുണ്ടും കലവറ മുരലും ഓരക്കാലവട്ടം പച്ചക്കായ അണ്ടിയാട്ടം തലമുടി വലിയാനയുടെ കൊമ്പും കരിമ്പും പച്ചപ്പട്ടും വയമ്പും കുറുനിര ചിറകും കത്തി തേച്ചോരു വേഷം പിച്ചന്മാരിപ്രകാരം പറയുമവരെ ഞാൻ നിശ്ചലും കൈതൊഴുന്നേ. നിശ്ചലം എന്ന് പറഞ്ഞാല് നിത്യേന, അതാണ് ഒരു വിഡ്ഢീന്റെ. അത് വേറൊന്നുണ്ടോ? തീണ്ടാനാരി കറപ്പു ജീരകമരം പണ്ടിഞ്ചി പോരാടവും വെൺകൊറ്റക്കുടയും വേർപ്പു തുണിയും വേടാമ്പലോടാമ്പലും പഞ്ചാരപ്പൊതിയും ചിരിച്ച ചിരിയും ധാനന്തരം പമ്പരം യുക്തം പേകൾ പറഞ്ഞുകൊണ്ടു വിലസും ഭ്രാന്തായ ദുഃഖ്യം നമ. ഭ്രാന്തനെ നമസ്കരിച്ചു. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അവർ ചൊല്ലി. അതപ്പം നമുക്കിപ്പോൾ ഇത് ചൊല്ലി തീർക്കേണ്ട ആവശ്യമുണ്ടാ? അതൊന്നും കൂടാതെ പിന്നെ ഇത് കൂടാതെ പിന്നെ പാലയ വൃദ്ധേ നിന്റെ കോലം ഞാൻ കണ്ടു തൊഴുന്നേനെന്ന പല്ലവിയായ ഒരു കേശാദിവാദം കൂടി ഉണ്ട്. വിസ്താരമേത്താൽ അതിവിടെ പകർത്തുന്നില്ല, അത്രയും ഗംഭീരാണ്. കൊച്ചു നമ്പൂരി വിഡ്ഢി കെട്ടുമ്പോൾ കുഞ്ചൻ നമ്പിയുടെ തുള്ളൽ കഥകളിലുള്ള പല ഘട്ടങ്ങളെയും അനുകരിച്ച് പല ഫലിതങ്ങളും പ്രയോഗിക്കാറുമുണ്ട്. അവയിൽ ചിലത് താഴെ ചേർക്കാം. ഒരു പറയന്തുള്ളിൽ ഭസ്മധാരണത്തെ കുറിച്ച് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുള്ളതിന് പകരം അതിലെടുത്ത് വെച്ചതല്ല, വേറെ. സൂര്യദേവനുദിക്കുമ്പോൾ ജലം കൂട്ടി ധരിക്കണം, മേപ്പിടിയാൻ അസ്തമിക്കുമ്പോൾ മേപ്പിടി കൂടാതെയും മേപ്പിടി ഭസ്മം തൊടുന്നത്. നാളായണി ചരിത്രത്തിൽ പറയന്തുള്ളിൽ മുനിപത്നിയും കൂടി ഓരോ വേഷം ധരിച്ച് നടന്നതായി കുഞ്ചൻ നമ്പ്യാർ വർണ്ണിച്ചിരിക്കുന്നതിന്റെ പകരം അനുകരണം. ആശാരിയായി മുനിശ്രേഷ്ഠൻ, അശാർച്ചയായി മുനിപത്നി, മുഷാരിയായി മുനിശ്രേഷ്ഠൻ, മുഷാർച്ചയായി മുനിപത്നി. നമ്മളെ ഇതിൽ പറയലുണ്ടല്ലോ, എന്തെന്ന്, ഒരു മരമാകുമ്പോൾ നാളായണി വള്ളിയാകും, അദ്ദേഹം വേറൊരു രൂപം എടുക്കുമ്പോൾ നാളായണി വേറൊരു രൂപം എടുക്കും എന്ന് പറഞ്ഞിട്ട് മഹാഭാരതത്തിലുണ്ട്. അത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, നാരദ മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി ചെന്ന സമയം 16,008 ഭാര്യമാരുടെ ഗൃഹത്തിൽ ഓരോ വിധം ഭഗവാനെ കണ്ടതായി കുഞ്ചൻ നമ്പ്യാർ ഒരു ഓട്ടംതുള്ളലിൽ പറഞ്ഞിരിക്കുന്നു. അതിന് പകരം ഇദ്ദേഹം പറഞ്ഞെന്താ അറിയാം? ചതുരൻ കൃഷ്ണനും ഒരു സുന്ദരിയും ചതുരംഗം വെക്കുന്നതു കണ്ടു, വട്ടൻ കൃഷ്ണനും ഒരു സുന്ദരിയും വട്ടംഗം വെക്കുന്നതു കണ്ടു, കോണൻ കൃഷ്ണനും ഒരു സുന്ദരിയും കോണംഗം വെക്കുന്നത് കണ്ടു.
എൻ്റെ അമ്മ ഇതൊന്നുമല്ല. പിന്നെ ഒരു ഓട്ടംതുള്ളൽ കുഞ്ചനിന്റെ സുബ്രഹ്മണ്യന്റെ 6 മുഖങ്ങളെയും ഓരോ വിധത്തിൽ വർണ്ണിച്ചിരിക്കുന്നതിന് പകരം മെച്ചമേറും കൊച്ചു തന്നീൽ അഴിമുഖത്തൊരു പിച്ചാത്തിപ്പിടിയന്മേലെ വ്യാളി മുഖമെന്ന്, പത്മനാഭൻ ആറാടുന്ന ശംഖമുഖമൊന്ന്, ഏറ്റുമാനൂർസന്ധ്യവേല നല്ല മുഖമൊന്ന്, മധുരഞ്ചിറൈ രവിയുടെ മുതല മുഖമൊന്ന്, ചാരവും കരിയും തേച്ചോരെന്റെ മുഖം വേറൊന്ന്. അങ്ങനെയൊക്കെയാണ് ഈ സരസന്മാരുടെ സംസാരം ശൈലി എന്ന് വേണം പറയാൻ. അതൊന്നും ഇങ്ങനെ ഞാനിപ്പോൾ എല്ലാവരെ കൊണ്ടും ചിരിപ്പിക്കാൻ വേണ്ടി പറയാൻ വിചാരിക്കുന്നില്ല. എന്തെന്നാ അതൊക്കെ കേൾക്കാൻ സുഖം വേണം, അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കാര്യമുണ്ടാ. പിന്നെ വെൺമണി മഹന്നമ്പൂതിരിപ്പാട് മരിച്ചുപോയ അദ്ദേഹം. മധുരാപുരി രാജചരിതം ആരും മുഴുവനാക്കിയിട്ടില്ല, അത് പകുതി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത്. 25 ശ്ലോകത്തോളം ഉണ്ടാക്കിയിട്ടുള്ളതായി കേട്ടിട്ടുണ്ട് അദ്ദേഹം. കൊച്ചുനമ്പൂതിരിക്ക് അയച്ചതായ ഒരു പദ്യം കൊണ്ട് സ്പഷ്ടമാകുന്നുമുണ്ട്. ആ ശ്ലോകം താഴെ എഴുതുന്നു: പഞ്ചാരപ്പൊടിയോടു പാരമിടയും പദ്യമിപ്പോൾ ഭവാനഞ്ചാറല്ല കൊടുത്തയച്ചത് 25 സഖേ സാദരം. എഞ്ചാരത്തിഹ വന്ന നേരം അധുന വാങ്ങിച്ചു വായിച്ചു ഞാൻ നെഞ്ചാകെ തെളിവായി, മന്ദമെഴുന്നേറ്റഞ്ചാറു ചാടി ഏടിനേൻ സന്തോഷം കൊണ്ട്. മേൽപ്പറഞ്ഞ സംഗതി കൊണ്ട് കൊച്ചുനമ്പൂരിയുടെ കവിതാരീതി വെൺമണി മഹൻ നമ്പൂതിരിപ്പാടിലെ ഏറ്റവും ബോധിച്ചതായിരുന്നു എന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ. ഇപ്രകാരം സരസകവിയായ അദ്ദേഹം കൊല്ലം 1050 മീനമാസത്തിൽ ചരമഗതിയെ പ്രാപിച്ചു. അരേ ഈ നമ്പൂതിരി വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വായിലിങ്ങനെ വികടകവി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നിപ്പോ ഈ വികടകവിത്വമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം വിരമിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ രസം ഉണ്ടെങ്കിലും അതിങ്ങനെ അല്ലാതെ എന്താ പറയാ, കുറേ കവിതകളിങ്ങനെ വേണ്ടാതെ കവിതകൾ ചൊല്ലിപ്പോതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് മതിയാക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.